ഇന്നത്തെ റെസിപ്പി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഈസി ടേസ്റ്റി വെറൈറ്റി സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് 4ആയിട്ട് മുറിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. അവസാനം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി തന്നെ മതിയാവും. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഗരം മസാലയ്ക്ക് പകരമായിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഗരം മസാല ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, അതാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള മാവാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഗോതമ്പൊടി ചേർത്തിട്ട് പാകത്തിന് നോക്കിയിട്ട് ചെയ്തെടുക്കാം. പിന്നെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ചേർത്ത് കൊടുത്താൽ. കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ചും കിഴങ്ങിൻ്റെ ലൂസിനനുസരിച്ചിട്ടൊക്കെ ഗോതമ്പൊടിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ടൈറ്റായിട്ട് കിട്ടണം. അപ്പോൾ അത്രയും തന്നെ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പലകയിൽ കുറച്ച് ഗോതമ്പൊടി വിതറിയിട്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ മിക്സാക്കി എടുത്ത ഉടനെ തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതോറും ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് പോവും, ഒന്ന് ഒട്ടുന്ന രീതിയിലാവും. ഇനി അഥവാ ലൂസായി പോകുന്നുണ്ടെങ്കിൽ പാകത്തിന് ഗോതമ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. പിന്നെ കൈ വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. വേറെ കുഴൽ വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് കട്ടിയായിട്ട് പരത്തിയെടുക്കുകയും വേണ്ട, എന്നാൽ നല്ല കനം കുറഞ്ഞിട്ട് ആവുകയും വേണ്ട. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഷേപ്പായിട്ട് കറക്റ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തിയിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്തും ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതിയാവും. ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.